ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മെയ് 15. ഫോഷ്കും സത്യവും. സാത്താൻ ഫോഷ്കു പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യം. വലിയ നുണകൾ ചെറിയ നുണകളേക്കാൾ ശക്തമാണെന്ന് അഡോൾഫ് ഹിറ്റ്ലർ വിശ്വസിക്കുകയും നിർഭാഗ്യവശാൽ തൻ്റെ സിദ്ധാന്തം വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്തു. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ മറ്റുള്ളവരുടെ അഭിലാഷങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ താൻ സംതൃപ്തനാണെന്ന് അയാൾ അവകാശപ്പെട്ടു. അധികാരത്തിലെത്തിയപ്പോൾ ആരെയും പീഡിപ്പിക്കാൻ തൻ്റെ പാർട്ടി ഉദ്ദേശിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് മാധ്യമങ്ങളെ ഉപയോഗിച്ച് സ്വയം വ്യക്തിയായും സദാചാര നേതാവായും ചിത്രീകരിച്ചു. നമ്മുടെ ജീവിതത്തിൽ അധികാരം നേടാൻ സാത്താൻ നുണകൾ ഉപയോഗിക്കുന്നു. സാധ്യമാകുമ്പോഴെല്ലാം അവൻ ഭയവും കോപവും നിരാശയും ഉണർത്തുന്നു. കാരണം അവൻ ഫോഷ്കു പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. സാത്താന് സത്യം പറയാൻ കഴിയില്ല. കാരണം യേശു പറഞ്ഞതുപോലെ അവൻ്റെ ഉള്ളിൽ ഒരു സത്യവുമില്ല. ശത്രുവിൻ്റെ ചില നുണകളിതാ. ഒന്നാമതായി, നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് കാര്യമില്ല. സത്യമതല്ല, അവ പ്രധാനമാണ്. ബൈബിൾ പറയുന്നു, നീതിമാന്റെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. രണ്ടാമതായി, നമ്മൾ പ്രശ്നത്തിലാകുമ്പോൾ പുറത്തു കടക്കാൻ ഒരു വഴിയുമില്ല. ഇതും തെറ്റാണ്. ദൈവത്തിന് സകലവും സാധ്യമാണ്. കൂടാതെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. മൂന്നാമതായി, ദൈവം നമ്മെ സ്നേഹിക്കുന്നില്ല. അത് കള്ളമാണ്. ക്രിസ്തയേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ ഒന്നിനും കഴിയുകയില്ല. ദൈവത്തിൻ്റെ സത്യം നുണയേക്കാൾ ശക്തമാണ്. നാം യേശുവിൻ്റെ കൽപ്പനകളെ അവൻ്റെ ശക്തിയാൽ അനുസരിക്കുന്നുവെങ്കിൽ നാം സത്യം അറിയുകയും അസത്യത്തെ തള്ളിക്കളയുകയും സത്യം നമ്മെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ചിന്തിക്കുക, നിങ്ങൾ വിശ്വസിക്കാൻ സാധ്യതയുള്ള ചില നുണകൾ എന്തൊക്കെയാണ്? യേശുവിൻ്റെ സത്യത്താൽ നിങ്ങളുടെ മനസ്സിന് നവോന്മേഷം നൽകാൻ ദൈവം എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്? ദൈവത്തിന് മഹത്വം.